നമുക്ക് ഇനി മോഡ്യൂൾ 5-ൻ്റെ S3-യുടെ മോഡ്യൂൾ 5-ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കി സെക്ഷൻസ് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മോഡ്യൂൾ 5-ൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമില്ല ഓരോ ക്വസ്റ്റ്യൻ. പാർട്ട് എയിൽ ഓരോ ക്വസ്റ്റ്യൻ എത്ര മാർക്കാണെന്നറിയാം, 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്നറിയാം അല്ലേ. അതുപോലെ പാർട്ട് ബിയിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മോഡ്യൂൾ 5 എന്ന് പറയുമ്പോൾ 19 and 20th ക്വസ്റ്റ്യൻ ആണ്. 19 അല്ലെങ്കിൽ 20th ഏതെങ്കിലും ഒരെണ്ണം എഴുതേണ്ട. ഓരോ ക്വസ്റ്റ്യൻ 19th ക്വസ്റ്റ്യൻ 14 മാർക്കാണ്. അതായത് ഓരോ ക്വസ്റ്റ്യൻ 19th എ പാർട്ടും ബി പാർട്ടും 7 മാർക്സ് ഈച്ചാണ്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് 20th ക്വസ്റ്റ്യനിലെ എ പാർട്ടും ബി പാർട്ടും 7 മാർക്സ് ആണ്. ഓരോ ക്വസ്റ്റ്യനും 7 മാർക്സ് ആണ്. ഇതാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. എല്ലാ മോഡ്യൂളിലും സെയിം ആണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. എല്ലാ മോഡ്യൂളും 20 മാർക്സിനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആകെ എത്ര ടോപ്പിക് ഇതിനകത്തുള്ളൂ? ആകെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ട് ലോറൻസ് സീരീസ് എന്ന് പറഞ്ഞിട്ട് എക്സ്പാൻഷൻ പഠിക്കാനുണ്ട്. പിന്നെ അടുത്ത് സിംഗുലാരിറ്റീസ് പഠിക്കാനുണ്ട്. സിംഗുലാരിറ്റീസ് കഴിഞ്ഞിട്ട് റെസിഡ്യൂ തിയറം പഠിക്കാനുണ്ട്. റെസിഡ്യൂ തിയറം യൂസ് ചെയ്ത് നമുക്ക് കോണ്ടൂർ ഇൻ്റഗ്രേഷൻ സോൾവ് ചെയ്യാനായിട്ട് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്ന് പറഞ്ഞിട്ട് 3 ഇൻ്റഗ്രേഷൻസ് റിയൽ ഇൻ്റഗ്രൽ സോൾവ് ചെയ്യാനായിട്ട് 3 എണ്ണം പഠിക്കാനുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സിലബസ് പറയുവാണെങ്കിൽ ലോറൻസ് സീരീസ്, പിന്നെ എന്താ ഞാൻ പറഞ്ഞത്, അടുത്ത് സിംഗുലാരിറ്റീസ്, റെസിഡ്യൂ തിയറം യൂസ് ചെയ്ത് നമ്മുടെ ടൈപ്പ് 1, ടൈപ്പ് 2 എന്ന് പറഞ്ഞിട്ട് റിയൽ ഇൻ്റഗ്രൽ സോൾവ് ചെയ്യാനായിട്ട്. അങ്ങനെ മൊത്തം 4 ടൈപ്പേ നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 4 ടൈപ്പിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്കിക്കേ, ആദ്യത്തേതാണെങ്കിൽ സിംഗുലാരിറ്റി ഫൈൻഡ് ചെയ്യാൻ, രണ്ടാമത്തേത് റെസിഡ്യൂ ആൻഡ് പോൾ സിംഗുലാരിറ്റി തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നിന്നാണ് 3 മാർക്കിന് 2 ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. കോണ്ടൂർ ഇൻ്റഗ്രേഷൻ അതായത് ടൈപ്പ് 1-നകത്ത് നിന്നൊരു ക്വസ്റ്റ്യൻ, ടൈപ്പ് 2-നകത്ത് നിന്നൊരു ക്വസ്റ്റ്യൻ, കോഷീസ് റെസിഡ്യൂ തിയറം. അപ്പോൾ എല്ലാ 4 ടോപ്പിക്കിനകത്ത് നിന്നും ഈക്വലി അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 7 മാർക്ക് അറൗണ്ട് 6 മാർക്ക് വരുന്ന രീതിയിൽ 4 ടോപ്പിക്കിനകത്ത് നിന്ന് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് പക്ഷേ ഏതെങ്കിലും ഈ 2 സെറ്റ് തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. അപ്പോഴും ആ ടൈപ്പ് 1, ടൈപ്പ് 2 ഏതെങ്കിലും ഒരെണ്ണം വരുന്നുണ്ട്. രണ്ടിടത്തുമായിട്ട് അത് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇനി ഇതിൻ്റെ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ടൈപ്പ് ഓഫ് സിംഗുലാരിറ്റി ഹാവ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 1/cos z മൈനസ് സൈൻ ഇസഡ്. ഈ പ്രോബ്ലം ഒത്തിരി കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഞാൻ പഠിപ്പിക്കുന്നതിന് മുന്നേ തന്നെ ഈ പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതൊന്ന് ചെയ്യാം. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഫസ്റ്റ് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? 9th ക്വസ്റ്റ്യൻ ആയിരുന്നല്ലേ. അപ്പോൾ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു ക്വസ്റ്റ്യനിൽ പറഞ്ഞ് 1/cos z മൈനസ് സൈൻ ഇസഡ്. cos z മൈനസ് സൈൻ ഇസഡ്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് ആദ്യം എന്താ സിംഗുലാരിറ്റി ഫൈൻഡ് ചെയ്യാന്നുണ്ട്. ഡിനോമിനേറ്ററിന് 0ക്ക് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് ഇസഡിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഇവിടെ എന്തുവാണ്? cos z മൈനസ് സൈൻ z ഇസ് ഈക്വൽ ടു 0. ദറ്റ് ഈസ് cos z ഇസ് ഈക്വൽ ടു സൈൻ z നമുക്കൊന്ന് എഴുതാം. നമുക്കിത് സൈൻ ബൈ കോസ് അല്ലേ എളുപ്പം. അതുകൊണ്ട് കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഇത് tan z ഇസ് ഈക്വൽ ടു 1. അതായത് cos z ബൈ cos z 1 ആവും. സൈൻ z ബൈ cos z tan z എന്നാവും. tan z ഈക്വൽ ടു 1. ടാനിൻ്റെ വാല്യൂ എന്തുവാണ്? z ഇസ് ഈക്വൽ ടു എന്ത് വരുമ്പോഴാണ്? n പൈ. ടാനിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് n π/4 ആണ്. അതായത് tan π/4 1 ആണല്ലോ. അപ്പോൾ അതേപോലെ tan 3π/4 അങ്ങനെ എന്തുവാണ് /4 വരുന്ന എല്ലാ കേസിലും നമുക്ക് ടാനിൻ്റെ വാല്യൂ എന്തുവാണ്? 1 ആണ്. അപ്പോൾ അതിനാണ് ജനറലായിട്ട് tan n π/4 എന്ന് എഴുതിയത്. വേർ n എന്ന് പറയുന്ന ഒരു ഇൻറ്റീജറാണ്. n = 0, 1 +or - 1 +or - 2 +or - അങ്ങനെ ഏത് ടേം n = +or - 1 +or - 2 +or - 3 അതാണ് n is an integer. ഓക്കെ, ഇതാണ് നമ്മുടെ ഇസഡിൻ്റെ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. ഈ സിംഗുലാരിറ്റി എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് ഇസഡിന് ഇങ്ങനെ വാല്യൂ കിട്ടുന്നത്. therefore the singular point z equal to എന്തുവാണ്? n π is a pole. ഇതെന്തുവാണ്? ദ ഗിവൺ സിംഗുലാരിറ്റി എന്ന് പറയുന്നത് പോളാണ്. ഓക്കെ ആണല്ലോ, അതിൻ്റെ ആൻസറായി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളേ. 10th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? ഫൈൻഡ് ദ റെസിഡ്യൂ ആൻഡ് പോൾ അല്ലേ. ഫൈൻഡ് ദ റെസിഡ്യൂ ഓഫ് e⁻z/z³ അറ്റ് ഇറ്റ്സ് പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 2 തരത്തിൽ ചെയ്യാൻ പറ്റും. e⁻z/f of z is equal to e⁻z/z³ എന്ത് ഫൈൻഡ് ചെയ്യണം? അതിൻ്റെ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണം. അതിൻ്റെ പോളിനകത്ത് റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണം. ഈ 2 രീതിയിൽ ഇത് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഏതർ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിനോമിനേറ്ററിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് z = എന്ന് പറഞ്ഞാൽ 0 എന്ന് കിട്ടുന്ന പോൾ ഓഫ് ഓർഡർ 3 ആണ് ഫോമിൽ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാനായിട്ടൊരു വഴി എന്തുവാണ്? ഇങ്ങനെ e⁻z എന്നൊക്കെ വന്നാൽ നമുക്കിതിന് 1/z³ അങ്ങനെ തന്നെ എഴുതാം. e⁻z എക്സ്പാൻഷൻ എന്താണ്? നിങ്ങൾ e⁻z എന്ന് പറഞ്ഞാൽ 1 + z/1 ഫാക്ടോറിയൽ പ്ലസ് z²/2 ഫാക്ടോറിയൽ പ്ലസ് z³ 3 പ്ലസ് എക്സെട്ര. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ z³ അകത്തേക്ക് എടുക്കുമ്പം അടുത്ത ടേമിൽ z⁴/4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്നേ വരണേ. z³ ഇതിനകത്തേക്ക് വരുമ്പോഴേക്കും ആദ്യത്തെ ടേം 1/z³ എന്ന് വരും. രണ്ടാമത്തെ ടേമിൽ z-ഉം z³ പോയി കഴിഞ്ഞിട്ട് ബാക്കി 1/z² എന്ന് വരും. അതിൻ്റെ അടുത്ത ടേമിൽ z² z³ പോയി കഴിഞ്ഞിട്ട് 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 1/z.
ഇത് 1/2 ഫാക്ടറിയൽ ഫ്രണ്ട്ലി ഞാൻ കോൺസ്റ്റന്റ് ആദ്യമേ എഴുതി z² by z³ ആണ് 1/z എന്ന് എഴുതിയത്. അടുത്ത ടേം നോക്കിക്കേ z³ പോയിട്ട് ബാക്കി 1/3 ഫാക്ടോറിയൽ. അതിൻ്റെ അടുത്ത ടേം ആണെങ്കിലോ 1/4 ഫാക്ടോറിയൽ ഇൻറ്റു z⁴/z³ എന്ന് പറഞ്ഞാൽ z/4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് പോകുന്നു. അപ്പം നോക്കിക്കേ നമുക്ക് പോൾ എന്ന് പറഞ്ഞാൽ റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിഡ്യൂ of f of z at z is equal to 0. Residue of f of z at z is equal to 0 is equal to coefficient of 1/z എന്ന് നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഇവിടെ 1/zന്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 1/2 ഫാക്ടറിയൽ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1/2. ഇവിടെ എങ്ങനെ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് z z ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു തന്നെ ഇവിടെ എല്ലായിടത്തും z തനിച്ചാണ് നിൽക്കുന്നത്. അതായത് z - 0 എന്നുള്ള രീതിയിലാണ്. z-നെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ z ഈക്വൽ ടു 0 എന്നാണ് ഇവിടെ കിട്ടുക. അതുകൊണ്ടാണ് z ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത്. ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലം വേണമെങ്കിൽ നമുക്ക് ഡിനോമിനേറ്ററിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ z ഈക്വൽ ടു 0 എന്ന് കിട്ടും. അത് പോൾ ഓഫ് ഓർഡർ 3 ആണെന്ന് നമുക്ക് എഴുതാം അല്ലേ. z ഈക്വൽ ടു 0 പോൾ ഓഫ് ഓർഡർ 3 ആണ്. പോൾ ഓഫ് ഓർഡർ 3 എന്ന റെസിഡ്യൂ ഫൈൻഡ് ചെയ്യേണ്ട ഫോർമുല റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് z at z ഈക്വൽ ടു a. പോൾ ഓഫ് ഓർഡർ n ആണെങ്കിൽ 1/n-1 ഫാക്ടോറിയൽ ഇൻറ്റു റെസിഡ്യൂ ഓഫ് ലിമിറ്റ് z ടെൻസ് ടു a d raised to n-1 by dz raised to n-1 into z minus a the whole power n into f of z. ഇതാണ് നിങ്ങളുടെ ഫോർമുല. ഇവിടെ പോൾ ഓഫ് ഓർഡർ 3 ആണ്. അപ്പോൾ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് z at z is equal to 0 എന്ന് പറഞ്ഞാൽ 1/3 - 1 ഫാക്ടോറിയൽ is 1/2 ഫാക്ടോറിയൽ. ലിമിറ്റ് z tends to 0 d² by dz² of z minus 0 the whole cube, that is z³ into f of z എന്ന് പറഞ്ഞാൽ e raised to z by z³. ഇത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് z³ ക്യാൻസൽ ആയി. e raised to z-നെ 2 ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഫസ്റ്റ് ടൈം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ e raised to z, വീണ്ടും ഒരിക്കൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ e raised to z തന്നെയാണ്. സോ ദിസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലിമിറ്റ് z tends to 0 d² by dz² of e raised to z എന്ന് e raised to z തന്നെ കിട്ടും. ഇനി z-ന് 0 കൊടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ആൻസർ 1/2, കാരണം e raised to 0 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് z at z is equal to 0 is equal to 1/2. ചില കുട്ടികൾ പറയുന്നുണ്ട് അവർക്ക് ഫോർമുലയാണ് ഈസി എന്ന്. അവർക്ക് ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് ഈ പ്രോബ്ലം എങ്ങനെ എത്താം. അതല്ല ഇതിപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനത്തെ കുഞ്ഞു ക്വസ്റ്റ്യൻസ് sin z/z³ എന്നൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ എക്സ്പാൻഡ് ചെയ്താൽ പെട്ടെന്ന് ആൻസർ കിട്ടും. എന്നിട്ട് 1/zന്റെ കോയിഫിഷ്യൻ്റ് റെസിഡ്യൂ എന്ന് പറഞ്ഞെടുത്ത് എഴുതാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഫോർമുല യൂസ് ചെയ്തിട്ട് ഈസി തോന്നുവാണെങ്കിൽ ഫോർമുല യൂസ് ചെയ്യാം. എന്തായാലും 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. ഈ എക്സ്പാൻഷനും 1/zന്റെ കോയിഫിഷ്യൻ എന്ന് എഴുതിയിട്ട് 1/2 എടുത്ത് എഴുതുന്നതിനായിരിക്കും 2 മാർക്ക്, എക്സ്പാൻഷൻ 1 മാർക്ക്, ഈ സ്റ്റെപ്പിനായിരിക്കും 2 മാർക്ക് ഇവിടെ കിട്ടുക. ഇതുപോലെയാണ് ചെയ്യണമെങ്കിൽ ഫോർമുലയ്ക്കായിരിക്കും 1 മാർക്ക്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് 1 മാർക്ക്, ലാസ്റ്റ് ആൻസർ കിട്ടുന്നതിന് 1 മാർക്ക്. 3 മാർക്ക് ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ നോക്കിക്കേ. 19th അല്ലെങ്കിൽ 20th ഏതെങ്കിലും ഒരെണ്ണം ഇതേ മതി. പക്ഷെ ഞാൻ ആദ്യം 19th ക്വസ്റ്റ്യൻ്റെ എയും ബിയും പറയാൻ പോവാണ്. എക്സ്പാൻഡ് z² - 1 by z² plus 5z plus 6 in 2 less than mod z less than 3 as a Lorentz series. ഓക്കെ, അപ്പം നമ്മൾ ലോറൻസ് സീരീസ് ആയാലും ടൈലർ സീരീസ് ആയാലും എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നോക്കേണ്ടത് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഒരേ ഡിഗ്രിയാണ് വന്നിരിക്കുന്നത്. അത് ന്യൂമറേറ്ററിൽ z² ആണ്, ഡിനോമിനേറ്ററിൽ z² ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഡിനോമിനേറ്ററിൻ്റെ പവർ കൂടിയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യം ഞാൻ അതുകൊണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എഫ് ഓഫ് z is equal to എന്തുവാണ്, 19th എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഫ് ഓഫ് z is equal to z² - 1 by z² plus 5z plus 6. എനിക്കിപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുത്തെ റീജിയൻ എന്ന് പറഞ്ഞാൽ 2 less than mod z less than 3 ആണ്. അത് പിന്നെ എഴുതാം. സോ ഞാൻ അത് ഇയാളെ ഡിവൈഡ് ചെയ്യണം. ഇവിടുത്തെ റീജിയൻ 2 less than mod z less than 3. സോ ഞാൻ ആദ്യം ഇയാളെ ഡിവൈഡ് ചെയ്യാണ്. z² - 1-നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, z² plus 5z plus 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ ആദ്യത്തെ ആളെ ഈ ഇക്വേഷനിൽ ഈ പോളിനോമിയലിൻ്റെ ഫസ്റ്റ് ടേം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ z² by z² എന്ത് കിട്ടും നമുക്ക് 1. ആ 1-നെയാണ് നമ്മളിവിടെ എഴുതുന്നത്. 1 ഇൻറ്റു ഈ കിടക്കുന്ന ടേമിൽ ഇവിടെ നമ്മൾ താഴെ എഴുതുന്നത് സാധാരണ ഡിവിഷൻ ചെയ്യുമ്പോൾ. സോ 1 ഇൻറ്റു ഇവിടുത്തെ ടേം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് z² plus 5z plus 6 ആയിക്കോളേ. നമ്മൾ ക്ലാസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം എന്ന് തോന്നുന്നത് z² ക്യാൻസലായി പോകും. സോ 0. മോളിൽ z-ൻ്റെ ടേം ഇല്ല, ദാറ്റ് മീൻസ് 0 minus 5z. സോ അത് -5z എന്ന് വന്നു. മോളിൽ -1-ഉം താഴെ +6-ഉം. സോ -1 minus 6 എന്ന് വരുമ്പോഴേക്കും -7. സെയിം പ്രോബ്ലം നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്, വീഡിയോക്കകത്ത് ഉണ്ട് ഈ പ്രോബ്ലം. ഓക്കെ, നമ്മൾ ക്വസ്റ്റൻ എന്ത് കിട്ടിയപ്പം ഫോർ എഫ് ഓഫ് z is equal to z² - 1 by z² plus 5z plus 6-നെ q plus r by d എന്നുള്ള ഫോമിൽ എഴുതാം. അതായത് കോഷ്യൻ പ്ലസ് റിമൈൻഡർ ബൈ ഡിവൈസർ. കോഷ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ 1,
പ്ലസ് റിമൈൻഡർ എന്ന് പറയുന്നത് -5z - 7 ബൈ ഡിവൈസർ. ഡി എന്ന് പറയുന്നത് എന്താ? z² പ്ലസ് 5z പ്ലസ് 6. എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് ആ സാധനത്തിന് അവിടെ എഴുതണം. നമുക്ക് ഈ z² പ്ലസ് 5z പ്ലസ് 6നെ ഒന്ന് ഫാക്ടറൈസ് ചെയ്താൽ 1 പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇവിടെ പുറത്തേക്ക് എടുക്കട്ടെ. 1 മൈനസ് ഓഫ് 5z പ്ലസ് 7. രണ്ടിടത്തു നിന്ന് ഞാൻ മൈനസ് കോമൺ ആയിട്ട് എടുത്തതാണ് ഇവിടെ ഇട്ടേക്കുന്നത്. ദ ഹോൾ ബൈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വേണം? 6 വേണം. ആഡ് ചെയ്യുമ്പോൾ 5 വരണം എന്ന് പറഞ്ഞാൽ z പ്ലസ് 3 ഇൻറ്റു z പ്ലസ് 2 അല്ലേ? നോക്കിക്കേ, 3 ഇൻറ്റു 2 6 വന്നു, 3 പ്ലസ് 2 5 വന്നു. അത് ഞാൻ ഫാക്ടറൈസ് ചെയ്ത് എഴുതി. ഇനി ഇതിൻ്റെ ബാക്കി ചെയ്യണമെങ്കിൽ നമുക്ക് ഇയാളുടെ പാർഷ്യൽ ഫ്രാക്ഷൻ ഫൈൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. ആരുടെ പാർഷ്യൽ ഫ്രാക്ഷനാണ്? 5z പ്ലസ് 7 ബൈ z പ്ലസ് 3 ഇൻറ്റു z പ്ലസ് 2ൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ വിച്ച് ഈസ് ഈക്വൽ ടു a ബൈ z പ്ലസ് 3 പ്ലസ് b ബൈ z പ്ലസ് 2 എന്ന് എഴുതി. ഓക്കെ, that is 5z plus 7 is equal to cross multiply ചെയ്യുമ്പോൾ ഇവിടുത്തെ z plus 3 പോയിട്ട് z plus 2 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ a ഇൻറ്റു z plus 2 പ്ലസ് b ഇൻറ്റു ഈ z plus 2 z plus 2 പോവും, z plus 3 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ b ഇൻറ്റു z plus 3 എന്ന് വരും. ഓക്കെ, പുട്ട് z is equal to -2. ഇസെറ്റിന് -2 കൊടുക്കുമ്പോൾ ഈ ടേം മൊത്തത്തിൽ അങ്ങ് 0 ആയി പോകും. ബാക്കി എന്താ വരിക? 10 ഇൻറ്റു -2, അതായത് എന്ത് വരും? -10. -10 പ്ലസ് 7 എന്ന് പറഞ്ഞാൽ -3 ആണ്. ഇസ് ഈക്വൽ ടു ഈ ടേം അങ്ങ് 0 ആയി പോയേ. -2 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? -2 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ബി ഇസ് ഈക്വൽ ടു -3 എന്ന് കിട്ടി. ഓക്കെ, അതേപോലെ പുട്ട് ഇസെറ്റ് ഇസ് ഈക്വൽ ടു -3. ഇസെറ്റിന് ഞാൻ -3 കൊടുക്കുവാണ്. ഇസെറ്റിന് -3 കൊടുക്കുമ്പോൾ 5 ഇൻറ്റു -3 -15 ആണ്. -15 പ്ലസ് 7 എന്ന് പറയുമ്പോഴേക്കും എന്താ പറയുന്നത്? -8 ആണ്. -8 ഇസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണേ, ഈ ടേം 0 ആയി പോകും. -3 പ്ലസ് 3 ഇവിടെ ആണെങ്കിൽ -3 പ്ലസ് 2 എന്ന് പറയുമ്പോൾ -a എന്നാണ് വരുന്നത്. ഓർ a ഇസ് ഈക്വൽ ടു 8 എന്ന് കിട്ടി. Therefore 5z പ്ലസ് 7 ബൈ z പ്ലസ് 3 ഇൻറ്റു z പ്ലസ് 2 എന്നുള്ളത് എയുടെ സ്ഥാനത്ത് 8 ബൈ z പ്ലസ് 3 എന്നും ബിയുടെ സ്ഥാനത്ത് -3 ബൈ z പ്ലസ് 2 എന്നും നമ്മൾ എഴുതി. ഓക്കെ, ഇനി നമ്മുടെ എഫ് ഓഫ് ഇസഡ് എന്തുവായിരുന്നു? എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു നമ്മൾ എഴുതിയിരിക്കുന്നത് q പ്ലസ് r ബൈ ഡി എന്നല്ലേ എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ 5z പ്ലസ് 7 ബൈ z പ്ലസ് 3 z പ്ലസ് 2ൻ്റെ സ്ഥാനത്ത് കൊണ്ടെടുത്ത് എഴുതുവാണെങ്കിൽ എങ്ങനെയാവും? എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 1 മൈനസ് ഓഫ്, ഈ മൈനസ് അകത്തേക്ക് വരുമ്പോൾ 8ൻ്റെ ഫ്രണ്ടിൽ മൈനസ് സൈൻ വരും. സോ -8 ബൈ z പ്ലസ് 3. അടുത്ത് മൈനസ് അകത്തേക്ക് വരുമ്പോൾ ഈ മൈനസിൻ്റെ ഫ്രണ്ടിൽ പ്ലസ് ആവും. സോ +3 ബൈ z പ്ലസ് 2 എന്ന് വരും. ഓക്കെ, ഇനി നമ്മുടെ റീജിയൻ നോക്കാം. നമ്മുടെ റീജിയൻ എന്തുവാണ്? 2 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ 3. ഇനി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2 ലെസ് ദാൻ മോഡ് z എന്ന് വരും. മോഡ് z ലെസ് ദാൻ 3 എന്ന് നമുക്ക് എഴുതാം അല്ലേ? 2 ലെസ് ദാൻ മോഡ് z ആൻഡ് മോഡ് z ലെസ് ദാൻ 3. നമ്മൾ എപ്പോഴും എങ്ങനെയാണ് പറയുക? ഇസെറ്റിന് നേരെ ലെസ് ദാൻ പോയിന്റ് ചെയ്ത് നിൽക്കണം. ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് 1 വരണം. സോ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് ഇസെറ്റാണ് വന്നിരിക്കണം. അവിടെ 1 വരാനായിട്ട് ഇസെറ്റിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി അല്ലേ? സോ 2 ബൈ മോഡ് z ലെസ് ദാൻ 1. അതുപോലെ ഇവിടെ നോക്കിക്കേ, ഈ 3 എന്ന് പറയുന്നത് ഇപ്പുറത്തേക്ക് വരണം. കാരണം ഗ്രേറ്റർ ദാൻ എന്നുള്ള പോയിന്റ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നമുക്ക് 3 ആണ് വന്നിരിക്കുന്നത്. 3 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ മോഡ് z ബൈ 3 ലെസ് ദാൻ 1 എന്നുള്ള ഫോം. ഓക്കെ, ഈ രീതിയിൽ നമ്മളിവിടെ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. Therefore എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 1 മൈനസ് 8 ബൈ, നിങ്ങൾ നോക്കിക്കേ ഇവിടെ 3 ഉണ്ട്. ഇവിടുന്ന് 3 ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. സോ 3 നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. ന്യൂമറേറ്ററിലാണ് ഇസഡ് ഉള്ളെങ്കിൽ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്തപ്പോൾ 1 പ്ലസ് ഇസഡ് ബൈ 3 എന്ന് വന്നു. അടുത്ത് അതേപോലെ +3 ബൈ അവിടെ എന്തുവാ? ഇസഡ് പ്ലസ് 2 ഉള്ള ഈ ഫംഗ്ഷനിൽ ഇസഡ് ഡിനോമിനേറ്റർ നിൽക്കുന്നത്. സോ ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് ഇസഡിനെ പുറത്തെടുക്കേണ്ട. അപ്പോൾ ഇസഡ് പുറത്തേക്ക് എടുക്കുമ്പം 1 + 2 ബൈ ഇസഡ്. ഓക്കെ, ഇനി നമുക്ക് ഇയാൾ ന്യൂമറേറ്ററിൽ കൊണ്ടുപോകണമെങ്കിൽ 1 മൈനസ് 8 ബൈ 3 ഇൻറ്റു 1 പ്ലസ് ഇസഡ് ബൈ 3 ദ ഹോൾ റൈസ് ടു -1 പ്ലസ് 3 ബൈ ഇസഡ് ഇൻറ്റു 1 പ്ലസ് 2 ബൈ ഇസഡ് ദ ഹോൾ റൈസ് ടു -1. 1 പ്ലസ് എക്സ് റൈസ് ടു -1ൻ്റെ എക്സ്പാൻഷൻ എന്തൊക്കെയാണ്? 1 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര എന്നുള്ള ഫോമിൽ ഇത് എക്സ്പാൻഡ് ചെയ്തിരുന്നാൽ മതി. 1 മൈനസ് 8 ബൈ 3 ഇൻറ്റു 1 മൈനസ് ഇസഡ് ബൈ 3 പ്ലസ് ഇസഡ് ബൈ 3 ദ ഹോൾ സ്ക്വയർ മൈനസ് ഇസഡ് ബൈ 3 ദ ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 3 ബൈ ഇസഡ് ഇൻറ്റു അവിടുന്ന് 1 മൈനസ് 2 ബൈ ഇസഡ് പ്ലസ് 2 ബൈ ഇസഡ് ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സെട്ര എന്നുള്ള ഫോമിൽ എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇന്റഗ്രൽ 0 to 2 π d θ ബൈ 2 + cos θ. അപ്പം ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ
നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ എന്തുവാ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ നോക്കിയാലും മതി, അല്ലെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി ചെയ്തു തരാം. ഇതെന്തുവാണ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ടൈപ്പ് 1 ആണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് കോസ് തീറ്റാന്നോ സൈൻ തീറ്റ എന്ന് വരികയോ ലിമിറ്റ് 0 to 2πയോ ആയാൽ അത് ടൈപ്പ് 1 ആണ്. ടൈപ്പ് 1 ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം എഴുതുന്നത് എന്തുവാണ്, ലെറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ അല്ലേ. എ റേസ് ടു ഐ തീറ്റ എന്ന് എടുക്കും. പിന്നെ എന്തുവാണ് സി റേസ് ടു ഐ തീറ്റ. ദെൻ ഇവിടുത്തെ കോസ് തീറ്റയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ, കോസ് തീറ്റ മാത്രമേ ഉള്ളൂ, അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു ഇസഡ് പ്ലസ് 1/z ആണ്. ഇങ്ങനെ ആക്കാനായിട്ട് നമ്മൾ സിന്ധു എടുത്തല്ലോ. ലെറ്റ് സി ബി mod z is equal to 1, അതായത് നമ്മുടെ ഫസ്റ്റ് അസംഷൻ. എന്നിട്ടാണ് z is equal to e raised to i theta എന്നും cos theta is equal to 1/2 ഇൻറ്റു z പ്ലസ് 1/z എന്ന് എഴുതുന്നത്. ഓക്കെ, ഇതിന് 1 മാർക്കാണ് ഇത്ര എഴുതുമ്പോഴേക്കും. ഇനി നമുക്കിതിന് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇൻ്റഗ്രൽ 0 to 2π d തീറ്റ ബൈ 2 പ്ലസ് കോസ് തീറ്റ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി ഡി തീറ്റയുടെ സ്ഥാനത്ത് നമ്മൾ എന്താ എഴുതുക, ഡി തീറ്റ ഈസ് ഈക്വൽ ടു ഡി ഇസഡ് ബൈ ഐ ഇസഡ്. ഓക്കെ, അത് ഞാനിവിടെ പറയാൻ പറഞ്ഞേ. ഡി തീറ്റ ഈസ് ഈക്വൽ ടു ഡി ഇസഡ് ബൈ ഐ ഇസഡ്. അതെങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഡി ഇസഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു ഐ ഡി തീറ്റ എന്ന് വരും. അതിനിപ്പുറത്തേക്ക് മാറ്റിയിട്ടാണ് ഡി തീറ്റ ഈസ് ഈക്വൽ ടു ഡി ഇസഡ് ബൈ ഐ ഇസഡ് എന്ന് വരും. ദ ഹോൾ ബൈ 2 പ്ലസ് കോസ് തീറ്റയുടെ സ്ഥാനത്ത് എന്താ എഴുതേണ്ടത്, കോസ് തീറ്റയുടെ സ്ഥാനത്ത് ഈ ഇസഡ് പ്ലസ് 1/z നമ്മളൊന്ന് എൽസി എടുക്കുവാണെങ്കിൽ ഇസഡ് സ്ക്വയർ പ്ലസ് 1/2z എന്ന് വരത്തില്ലേ, അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ 2z സ്ക്വയർ പ്ലസ് 1/2z എന്ന് ഇവിടെ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനിയാണ് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യണം. ഇൻ്റഗ്രൽ ഓവർ സി ഡി ഇസഡ് ബൈ ഐ ഇസഡ് ദ ഹോൾ ബൈ ഈ 2z ഇങ്ങോട്ട് എൽസി എടുക്കുവാണെങ്കിൽ 4z പ്ലസ് ഇസഡ് സ്ക്വയർ പ്ലസ് 1/2z. ഈ 2 അല്ല ഇസഡും ഇവിടുത്തെ ഇസഡും ക്യാൻസലായി. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 ഡിനോമിനേറ്റർ ഒരു ഫ്രാക്ഷൻ ഉണ്ട്. ഈ 2 അങ്ങ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഇത് 2/i ഉണ്ട് കോൺസ്റ്റൻറ്റ്. അത് ഞാനങ്ങ് പുറത്തെടുത്തു. ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയോണ്ട് കൺഫ്യൂഷൻ ആവണമെന്നുള്ളവർ ഇതിന് പഴയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളൊന്നുകൂടെ നോക്കുക. ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഭയങ്കര പയ്യെ പറയുന്നുണ്ട്. ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻ ആണല്ലോ, ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എഴുതുമ്പം 2/4z പ്ലസ് ഇസഡ് സ്ക്വയർ പ്ലസ് 1 എന്ന് വരത്തില്ലേ, ആ 2 ന്യൂമറേറ്ററിൽ പോകും. ഇവിടെ ഒരു ഐ ഉണ്ട്, ആ 2/iനെയാണ് ഞാൻ കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തെടുത്തത്. ബാക്കി ഇനി അകത്ത് എന്താ ഉള്ളത്, ഡി ഇസഡ് ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 4z പ്ലസ് 1 എന്ന് വന്നു. ദറ്റ് ഈസ് ഈക്വൽ ടു 2/i ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി z. Equation 1. Equation 1 can be solved using Cauchy's residue theorem. Cauchy's residue theorem യൂസ് ചെയ്തിട്ട് നമുക്ക് ഇക്വേഷൻ 1 സോൾവ് ചെയ്യാം. Cauchy's residue theorem അപ്ലൈ ചെയ്യണമെങ്കിൽ പോൾ ഫൈൻഡ് ചെയ്യണം. പോൾ ഫൈൻഡ് ചെയ്യാൻ ഡിനോമിനേറ്ററിന് 0ക്ക് ഇക്വേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഇസഡ് സ്ക്വയർ പ്ലസ് 4z പ്ലസ് 1നെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇസഡിൻ്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ മതി. ഇസഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടാൻ പോകുന്നത് -2 പ്ലസ് ഓർ മൈനസ് √3 എന്നാണ് കിട്ടുന്നത്. അതായത് ഇസഡ് ഇസ് ഈക്വൽ ടു -2 പ്ലസ് √3 എന്നും കിട്ടും. ഇസഡ് ഇസ് ഈക്വൽ ടു -2 മൈനസ് √3 എന്ന് കിട്ടും. ഞാനിവിടെ സിംപ്ലിഫൈ ചെയ്തില്ല, കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac/2a എന്നുള്ള ഫോമിൽ ചെയ്യണം. ഓക്കെ, കുറച്ചിങ്ങനെ എഴുതിപ്പോയി. ഞാൻ റെക്കോർഡിങ് ഇടയ്ക്ക് ഓഫ് ചെയ്യേണ്ടി വന്നു, പിന്നെ അത് ഓൺ ചെയ്യാൻ വിട്ടുപോയി. അപ്പം ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ 1 നമുക്ക് Cauchy's residue theorem യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് ഡിനോമിനേറ്ററിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇസഡ് സ്ക്വയർ പ്ലസ് 4z പ്ലസ് 1 = 0 ഇക്വേറ്റ് ചെയ്ത് ഇസഡിനെ കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്യാം. അല്ലെങ്കിൽ -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac എന്നുള്ള ഫോമിൽ സോൾവ് ചെയ്യുമ്പോൾ ഇതാണ് നിങ്ങളുടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. -2 പ്ലസ് √3യും -2 മൈനസ് √3. ഇത് രണ്ടിൽ ആരകത്തുണ്ട് ആര് പുറത്തുണ്ട്, അത് രണ്ടുപേരും അകത്താണോ നോക്കണം. √3 എന്ന് പറഞ്ഞാൽ 1.75 സംതിങ് ആണ്. അപ്പോൾ -2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും എന്തായിരിക്കും, -0 സംതിങ് ആയിരിക്കും. അപ്പോൾ ആ .something എന്നുള്ള വാല്യൂ ലെസ് ദാൻ റേഡിയസ് ആയിരിക്കും. അതുകൊണ്ടാണ് ആ പോയിന്റ് ഇൻസൈഡ് ആണ്. എന്നാൽ അതേ സമയത്ത് -1.75ഉം -2 കൂടെ -3.75 എന്നാവുകയാണ്. ആ പോയിന്റ് എന്ന് പറയുന്നത് എന്തായാലും ഗ്രേറ്റർ ദാൻ 3 മോഡുലസ് ഇടുമ്പോൾ നെഗറ്റീവ് പോകത്തില്ല. അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ 1 ആണ്. therefore that point lies outside C. അപ്പോൾ നമുക്ക് ഇൻസൈഡ് ആയിട്ടുള്ള -2 പ്ലസ് √3ന് മാത്രം റെസിഡ്യൂ ഫൈൻഡ് ചെയ്താൽ മതി. സിമ്പിൾ ഫോൾ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യേണ്ട ഫോമിൽ എന്താണ്, റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു എ ഇസഡ് മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് ഇസഡ് എന്നാണ് റെസിഡ്യൂ ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല. ആ ഫോമുല അനുസരിച്ച് ഇവിടുത്തെ എ എന്ന് പറയുന്നത് -2 പ്ലസ് √3. ഈ ഫോമിലേക്ക് കൊടുത്തിട്ടാണ് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു -2 പ്ലസ് √3 ഇസഡ് മൈനസ് എ ദറ്റ് ഈസ് ഇസഡ് മൈനസ് -2 പ്ലസ് √3 ഇൻറ്റു എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് 1/z മൈനസ് എ ഇൻറ്റു ഇസഡ് മൈനസ് ഈ ആദ്യത്തെ വാല്യൂ -2 പ്ലസ് √3. ഇതല്ലേ ഇത് സോൾവ് ചെയ്തപ്പോൾ കിട്ടിയ രണ്ട് ആൻസർ. അതാണ് ഈ -2 പ്ലസ് √3യും ഇസഡ് മൈനസ് ഓഫ് -2 മൈനസ് √3 എന്ന് എഴുതിയത്.
ഈ z മൈനസ് ഓഫ് -2 പ്ലസ് √3യും z മൈനസ് ഓഫ് -2 പ്ലസ് √3യും ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ള ഇസെറ്റിന് ഈ -2 പ്ലസ് √3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതെങ്ങനെ വരും? 1/-2 പ്ലസ് √3. ഈ മൈനസ് അകത്തേക്ക് പോകുമ്പോൾ -2 എന്നുള്ളത് +2 എന്നാവും. മൈനസ് ഓഫ് മൈനസ് എന്നുള്ളത് +√3 എന്നാവും. അപ്പോഴേക്കും ഈ -2 ഒന്ന് ക്യാൻസൽ ആയി പോകത്തില്ലേ? അപ്പോൾ √3 കൂടെ എന്താവും? 1/2√3. ഓക്കെ, നമുക്ക് റെസിഡ്യൂ കിട്ടി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കോഷീസ് റെസിഡ്യൂ തിയറി യൂസ് ചെയ്ത ഫോമിൽ എന്താണ്? ബൈ കോഷീസ് റെസിഡ്യൂ തിയറം integral over C f of z dz is equal to 2 pi I into sum of the residue inside C. Inside C. തന്നിട്ടുള്ള കർവിനകത്തുള്ള റെസിഡ്യൂവിൻ്റെ മാത്രം സം. That is equal to 2 pi I into 1/2√3. ഓക്കെ, ഈ 2 അങ്ങ് ക്യാൻസൽ ആയി. അപ്പോൾ ബാക്കി എന്താണ്? പൈ I by √3 നമുക്ക് ആൻസർ കിട്ടി. ഇത് ഈ integral over C f of z dz മാത്രം ആൻസർ കിട്ടിയിട്ടുള്ളൂ. Therefore, integral 0 to 2 pi d theta by 2 plus cos theta is equal to 2 by I into integral over C f of z dz ആണ് ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സോ 2 by I into ഇപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ പൈ I by √3. ഐയും ഐയും ക്യാൻസൽ ആവത്തില്ലേ? സോ ആൻസർ എന്ത് കിട്ടി? 2 pi by √3 എന്ന് ആൻസർ കിട്ടി. ഇത് ഒരുപാട് പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യൻ 2 എന്നുള്ളതിന് പകരം ഇവിടെ √2 ഇട്ടിട്ടും എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇത് 7 മാർക്ക് അല്ലെങ്കിൽ ഒരു 8 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ. മറ്റേ ക്വസ്റ്റ്യൻ 6 മാർക്ക് എന്നുള്ളത് ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ 8 മാർക്ക് ആക്കാം. അങ്ങനെ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. കുറച്ചുകൂടെ എന്തുവാ ഒരു ഈ പോയിന്റ്സ് എഴുതാൻ നമുക്കൊരു മാർക്കുണ്ട്. ഇതിനിങ്ങനെ കൺവേർട്ട് ചെയ്യണതിന് മാർക്കുണ്ട്. ഹോൾ ഫൈൻഡ് ചെയ്യണതിന് മാർക്ക്, ഇൻസൈഡ് ആണ് ഔട്ട് സൈഡ് ആണെന്നുള്ളതിന് മാർക്ക്, ഇൻസൈഡ് ആയിട്ടുള്ള ആൾക്ക് റെസിഡ്യൂ ഫൈൻഡ് ചെയ്യുന്നതിന് മാർക്ക്, കോഷീസ് റെസിഡ്യൂ തിയറി യൂസ് ചെയ്ത് ആൻസർ എത്തുന്നതിനും പിന്നെ ലാസ്റ്റ് ഇതിൻ്റെ ആൻസർ ഇങ്ങനെ എടുത്തിരുന്നതിനും. അങ്ങനെയായിരിക്കും 7 മാർക്കാണെങ്കിലും 8 മാർക്കിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 20ൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ യൂസ് റെസിഡ്യൂ തിയറം ടു ഇവാലുവേറ്റ് ഇന്റഗ്രൽ മോഡ് z is equal to 3. ഇവിടുത്തെ കർവ് എന്ന് പറഞ്ഞാൽ മോഡ് z equal to 3 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തുവാണ്? ഇന്റഗ്രൽ ഓവർ സി എന്ന് പറയുന്നത് ഇവിടെ കോസ് h pi z by z സ്ക്വയർ പ്ലസ് 4 dz വേർ സി എന്ന് പറയുന്നത് എന്താണ്? മോഡ് z equal to 3. വേർ സി ഈസ് മോഡ് z equal to 3. കോഷീസ് റെസിഡ്യൂ തിയറം ആണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ കോഷീസ് റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിനെ 0 ഇക്വേറ്റ് ചെയ്ത് പോൾ ഫൈൻഡ് ചെയ്യണം. സോ z സ്ക്വയർ പ്ലസ് 4ന് 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ z സ്ക്വയർ ഇസ് ഈക്വൽ ടു -4 എന്ന് കിട്ടി. z ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2i എന്ന് കിട്ടുന്നത് അല്ലേ? z സ്ക്വയർ പ്ലസ് 4 ആയതുകൊണ്ട് തന്നെ z ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2i. ഇതിൽ ആരൊക്കെ അകത്ത് ആരൊക്കെ പുറത്തെന്ന് നോക്കാം. സോ വെൻ z ഇസ് ഈക്വൽ ടു, ഇത് രണ്ടും എന്ത് പോളാണ്? സിമ്പിൾ പോളാണേ. സിമ്പിൾ പോളാണ്. കാരണം z പ്ലസ് 2iയും z മൈനസ് 2iയും സിമ്പിൾ പോളാണ്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാൻ സിമ്പിൾ പോളാണെന്ന് പറയാൻ വിട്ടുപോയി. പറഞ്ഞപ്പം പറഞ്ഞില്ല, പക്ഷേ ഫോമിൽ സിമ്പിൾ പോളിൻ്റെ തന്നെ യൂസ് ചെയ്തു. അപ്പോൾ ഇസഡിൻ്റെ പവർ ഉണ്ടായത് കാരണം ഇത് സിമ്പിൾ പോൾ. വെൻ z ഇസ് ഈക്വൽ ടു 2i, ഇസഡിന് 2i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് z എന്നുള്ളത് മോഡുലസ് ഓഫ് 2i എന്ന് വരും. ദറ്റ് ഈസ് ഈക്വൽ ടു √4 എന്നാണ് പറയുന്നത്. 2ൻ്റെ മാത്രം സ്ക്വയർ ആണ്, അതായത് 4, i വേണ്ട. അപ്പോൾ √4 എന്ന് പറഞ്ഞാൽ 2 which is less than 3. Therefore, z equal to 2i lies inside C തന്നിട്ടുള്ള കർവിന് അകത്താണ്. When z is equal to -2i, അതും അകത്ത് തന്നെയാണ്. മോഡുലസ് ഓഫ് z എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് -2i. -2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 തന്നെയാണ്. Which is equal to 2, that also less than 3. Therefore, z equal to -2i also lies inside C. അതും കർവിനകത്താണ്. ഓക്കെ, z equal to 2iയും -2iയും കർവിനകത്താണ്. അപ്പോൾ ഇനി നോക്കിക്കേ, രണ്ട് കർവിനകത്ത് ഈ രണ്ട് പേരിനകത്ത് നമുക്ക് റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണം. ആദ്യം നമുക്ക് z is equal to 2i ഫൈൻഡ് ചെയ്യാം. z is equal to 2i ഫൈൻഡ് ചെയ്യുമ്പോൾ റെസിഡ്യൂ ഓഫ് f of z at z is equal to 2i സിമ്പിൾ പോളിൻ്റെ ഫോമില തൊട്ട് മുന്നേ പറഞ്ഞതേ ഉള്ളൂ. എന്താ അത്? ലിമിറ്റ് z tends to 2i z മൈനസ് a എന്ന് പറയുന്നത് ഇവിടെ 2i ഇൻറ്റു f of z. f of z എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താണ്? cos h pi z by ഡിനോമിനേറ്ററിൽ z സ്ക്വയർ പ്ലസ് 4ന് സ്പ്ലിറ്റ് ചെയ്ത് z പ്ലസ് 2i ഇൻറ്റു z മൈനസ് 2i എന്ന് എഴുതാം. z മൈനസ് 2i ക്യാൻസൽ ആയി പോയി. നമുക്ക് z സ്ഥാനത്ത് 2i കൊടുക്കുവാണെങ്കിൽ ഇതിങ്ങനെ വരും. ദിസ് ഈസ് ഈക്വൽ ടു cos h pi z സ്ഥാനത്ത് 2i by 4i എന്ന് വരുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ റെസിഡ്യൂ ഓഫ് f of z at z is equal to -2i നോക്കുവാണെങ്കിലും ഫോമുല എന്ത് തന്നെയാണ്? ലിമിറ്റ് z tends to -2i z മൈനസ് ഓഫ്
Z minus A എന്ന് പറയുമ്പോൾ Z minus of minus 2y, അതായത് Z plus 2y എന്ന് വരും. ഇൻറ്റു f of Z എന്ന് പറഞ്ഞാൽ cos h pi Z by Z square plus കോണ് സ്പ്ലിറ്റ് ചെയ്യുമ്പം Z plus 2y ഇൻറ്റു Z minus 2y. ഇതിൽ Z plus 2y Z plus 2y ക്യാൻസൽ ആയി പോയി. ഇനി Z സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് 2y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ this is equal to cos h pi minus 2y by minus 2y കൂടി ചേർന്നിട്ട് minus 4i എന്ന് വന്നു. This is equal to cos h pi 2i by minus 4i തന്നെ കേട്ടോ. നമുക്ക് റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണ്ടേ? റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ എന്താണ്? ഇൻ്റഗ്രൽ ഓവർ സി ഈ രണ്ടുപേരുടെയും സം അല്ലേ. Therefore by Cauchy's residue theorem integral over C f of z dz is equal to 2 pi I into sum of the residue inside C. തന്നിട്ടുള്ള കർവിനകത്ത് മാത്രമുള്ള ആൾക്കാരുടെ സം, that is 2 pi I into, ശ്രദ്ധിക്കണം ഇത് cos h pi 2i by 4i ഉം മൈനസ് cos h pi 2i by minus 4i വരുന്നുണ്ട്. മൈനസ് അല്ല, സോറി, ഈ മൈനസ് ആണ് ഞാൻ ഇവിടെ ഇട്ടത്. ശരിക്കും പ്ലസ് അല്ല, അപ്പോൾ ഇവിടെ മൈനസ് വേണ്ട. ഓക്കെ, ഈ മൈനസിനാണ് ഞാൻ ഇവിടെ ഇട്ടത്. അപ്പോൾ രണ്ടും കൂടെ എന്തായി പോകുന്നുണ്ട്? ക്യാൻസലായി പോകുന്നുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 0 ആവുന്നുണ്ട്. അപ്പം ഇവിടെ ഇപ്പം കോസ് ഓഫ് മൈനസ് തീറ്റ മൈനസ് കോസ് തീറ്റ അല്ല, കോസ് ഓഫ് മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ. അതുകൊണ്ടാണ് കോസ് എച്ച് പൈ 2i ആ നെഗറ്റീവിനെ പ്ലസ് ആക്കി തന്നെ എഴുതിയത്. ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ഈ വാല്യൂ തന്നെയാണോ, കോസ് ഓഫ് മൈനസ് തീറ്റയിൽ എച്ച് വന്നാൽ അങ്ങനെയാണോ എന്ന് ഡൗട്ടുള്ളവർക്ക് വേണ്ടി മാത്രം നമുക്ക് കോസ് എച്ച് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2 ആണ്. ആൻസർ 0 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇവിടെ തീർന്നേ. ഞാൻ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുവാണ്. ഞാൻ എന്തുകൊണ്ട് ഇവിടെ ഈ കോസ് എച്ച് പൈ ഈ മൈനസ് 2iനെ കോസ് എച്ച് പൈ 2i തന്നെ എഴുതി, രണ്ടും ഒന്ന് തന്നെയാണെന്ന് പറയുന്നതാണ്. നമുക്കപ്പോൾ ഇവിടെ ഉള്ളത് കോസ് എച്ച് പൈ 2i ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 2 pi I പ്ലസ് ഇ റേസ് ടു മൈനസ് 2 pi I ബൈ 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇ റേസ് ടു 2 pi I എന്ന് പറഞ്ഞാൽ കോസ് 2 pi പ്ലസ് I സൈൻ 2 pi എന്നാണ്. ഇ റേസ് ടു മൈനസ് 2 pi I എന്ന് പറഞ്ഞാലും കോസ് 2 pi മൈനസ് I സൈൻ 2 pi എന്നാണ്. ഓക്കെ, സൈൻ 2 pi എന്ന് പറഞ്ഞാൽ 0, സൈൻ 2 pi എന്ന് പറഞ്ഞാൽ 0, കോസ് 2 pi 1, കോസ് 2 pi 1, വിച്ച് ഈസ് ഈക്വൽ ടു 2/2 1 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ കോസ് എച്ച് 2 pi I എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് 1/4i എന്നാണ് വരുന്നത്. ഓക്കെ, അതേപോലെ കോസ് എച്ച് പൈ മൈനസ് 2i എന്നാണ് കിടക്കുന്നതെന്ന് വെച്ചോളൂ. ഓക്കെ, ഇ റൈസ് ടു കോസ് എച്ച് മൈനസ് 2i ബൈ 4iൽ ആ മുകളിലത്തെ ആൾ മാത്രം എടുത്താലും ഈ ഫോമിലേക്കകത്ത് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് 2 pi I പ്ലസ് ഇ റൈസ് ടു പൈ, രണ്ടാമത്തെ ആൾ മൈനസ് എടുത്ത് മൈനസും കൂടെ ചെയ്യുമ്പോൾ ഇ റൈസ് ടു 2 pi I ബൈ 2. ഇത് പഴയ ആളെ തന്നെയല്ലേ കിട്ടി. അതാണ് കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ തന്നെ എന്ത് ചെയ്താലും ആ ആൻസർ തന്നെ കിട്ടും. അതുകൊണ്ടാണ് കോസ് എച്ച് പൈ മൈനസ് 2iനെ ഞാൻ കോസ് എച്ച് പൈ 2i എന്ന് തന്നെ എഴുതി. ഇതിന് എക്സ്പാൻഡ് ചെയ്താലും 1/2 ഇൻറ്റു ഇതിപ്പോൾ ഇനി എക്സ്പാൻഡ് ചെയ്താൽ ആദ്യം ഈ ടേം വരും കോസ് 2 pi മൈനസ് I സൈൻ 2 pi പ്ലസ് സൈൻ കോസ് 2 pi പ്ലസ് I സൈൻ 2 pi എന്ന് വരും. സൈൻ 2 pi വരുന്ന ആൾക്കാരൊക്കെ 0, കോസ് 2 pi 1 ആവും. 1 + 1 2, 2/2 ഇസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ അതും 1/4i മൈനസ് 1/4i എന്നാണ് ശരിക്കും പറഞ്ഞത്. അപ്പം അങ്ങനെ എഴുതിയാൽ 1/4i മൈനസ് 1/4i 0. അപ്പോൾ അങ്ങനെ അത്രയും ഈ എക്സ്പാൻഷൻ ഒന്നും ചെയ്ത് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ എന്നുള്ള ഫോമിൽ യൂസ് ചെയ്ത് ഓർത്താൽ മതി. അവിടെ ഹൈപ്പർബോളിക് ഉണ്ടെങ്കിലും പ്രശ്നമല്ല. കോസ് എച്ച് പൈ മൈനസ് 2i എന്ന് പറഞ്ഞാലും കോസ് എച്ച് പൈ 2i തന്നെയാണ്. പിന്നെ ശരിക്കും നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നില്ലെങ്കിൽ ഇതേപോലെ സൈനിൻ്റെ പ്രോബ്ലം ഉള്ള പെട്ടെന്ന് മനസ്സിലായില്ല എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞൂടായെങ്കിൽ ഇതാണ് എക്സ്പാൻഷൻ. കോസ് എച്ച് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2 ആണ്. അപ്പോൾ ഇപ്പോൾ ആർക്കെങ്കിലും മനസ്സിൽ സൈൻ എച്ച് എക്സിൻ്റെ എക്സ്പാൻഷൻ എന്താണെന്ന് അറിയണം എന്നുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2. ഓക്കെ, ഇത് നമ്മൾ എന്തായാലും ഈ പ്രോബ്ലം നമ്മൾ എന്തായാലും നമ്മുടെ വീഡിയോക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതല്ല, പുതിയ പ്രോബ്ലമാണ്, നേരത്തെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എന്തുവാണ് ഇത് ടൈപ്പ് 2 ആണ്. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ 1 + x² ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് നിങ്ങളുടെ എന്തുവാണ് ടൈപ്പ് 2 ആണ്. അപ്പോൾ ഇവിടെ എന്താ ടൈപ്പ് 2 എന്ന് മനസ്സിലാവാൻ കാരണം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോളിനോമിയലാണ്. ന്യൂമറേറ്ററിലുള്ള പോളിനോമിയലിൻ്റെ ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്
എക്സ് സ്ക്വയർ ദ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ 6 ആണ്. നമുക്കിത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി മൈനസ് ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2വിനേക്കാളും അറ്റ്ലീസ്റ്റ് 2 എങ്കിലും ആയിരിക്കണം. ഇത് 2വിനേക്കാളും കൂടുതലാണ്. 2ഓ അതിൽ കൂടുതലോ വന്നാൽ നമുക്ക് സന്തോഷം. അപ്പം ഇവിടുത്തെ 6 - 0 6 ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 2 ആണ്. 2ഓ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 വന്നാൽ ഭയങ്കര സന്തോഷം. അപ്പോൾ അങ്ങനെ വന്നത് കാരണം ഇതെന്തുവാണ്, ടൈപ്പ് 2 ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ടൈപ്പ് 2 ആണെങ്കിൽ നമ്മൾ ആദ്യം എഴുതുന്നത് എന്തുവാണ്, ചൂസ് ഗാമ. എന്താണ് ഈ ഗാമ എന്ന് പറയുന്നത്? കൺസിസ്റ്റിംഗ് ഓഫ് real axis from minus r to r and upper semicircle C such that mod z is equal to r. അതായത് ഒരു റിയൽ ആക്സിസിൽ മൈനസ് ആർ മുതൽ ആർ വരെയും പിന്നെ ഈ അപ്പർ സെമി സർക്കിളും കൂടെ ചേർന്നതാണ് ഗാമ എന്ന് പറയുന്നത്. ആസ് ആർ ടെൻസ് ടു ഇൻഫിനിറ്റി, ആ ആർ എന്ന് പറയുന്ന ആൾ ഇൻഫിനിറ്റി ആവുമ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ 1 + x സ്ക്വയർ ദ ഹോൾ ക്യൂബ് എന്നുള്ളതിനെ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ ഗാമ എക്സ് എന്നുള്ളതിന് പകരം ഇസഡ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തെഴുതാം. 1 + z സ്ക്വയർ ദ ഹോൾ ക്യൂബ്. അപ്പോൾ ഇത് എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്നുള്ള ഫോമിലാണ് നിൽക്കുന്നത്. ദാറ്റ് ഈസ് ഇക്വേഷൻ 1. അത് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലം പോലെ ഇക്വേഷൻ 1 ക്യാൻ ബി സോൾവ് യൂസിങ് കോഷീസ് റെസിഡ്യൂ തിയറം. അപ്പോൾ കണ്ടോ, നമ്മുടെ 5th മോഡ്യൂളിലെ എല്ലാ പ്രോബ്ലം കോഷീസ് റെസിഡ്യൂ തിയറമാണ്. കോഷീസ് റെസിഡ്യൂ തിയറം ഇത് വെക്കുന്നതിന് നമുക്ക് 1 മാർക്ക് കിട്ടും. അപ്പോൾ ഇക്വേഷൻ 1 ക്യാൻ ബി സോൾവ് യൂസിങ് കോഷീസ് റെസിഡ്യൂ തിയറം. ഓക്കെ, അടുത്ത് നോക്കിക്കൊള്ളൂ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് പോൾ ഫൈൻഡ് ചെയ്യണ്ടേ. അപ്പോൾ 1 + z സ്ക്വയർ ദ ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു 0. അപ്പം ഇത് സോൾവ് ചെയ്യുമ്പം z സ്ക്വയർ ഇസ് ഈക്വൽ ടു -1, z ഈക്വൽ ടു +or-i എന്ന് കിട്ടും. z ഈക്വൽ ടു +or-i ആർ പോൾ ഓഫ് ഓർഡർ 3. പോൾ ഓഫ് ഓർഡർ 3 ആണ്. കാരണം 1 + z സ്ക്വയർ ദ ഹോൾ ക്യൂബ് ആയിരുന്നു പവർ, അതുകൊണ്ട് പോൾ ഓഫ് ഓർഡർ 3. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ നോക്കി, ഇതിൽ ആരാ അകത്ത് ആരാ പുറത്ത്? z ഈക്വൽ ടു i എന്ന് പറഞ്ഞാൽ ഈ y ആക്സിസിൽ 1നെയാണ് i എന്ന് പറഞ്ഞത്. കാരണം ഐയുടെ കോഎഫിഷ്യന്റ് 1 അല്ലേ. z ഈക്വൽ ടു -i എന്ന് പറഞ്ഞാൽ -1 ആണ്. അത് ഇവിടെയുമാണ് വന്നത്. അപ്പോൾ നമ്മുടെ ഗാമ എന്ന് പറഞ്ഞാൽ അപ്പർ സെമി സർക്കിളാണ്, താഴേക്കില്ല. സോ -i എന്തായാലും അകത്ത് വരത്തില്ല, പുറത്താണ്. മുകളിലോട്ടുള്ള പോയിന്റ്സ് മാത്രം പോസിറ്റീവ് ഇമാജിനറി വാല്യൂസ് വന്നാൽ നമുക്കുള്ള പോയിന്റ്സ് ആണ്. Therefore z ഈക്വൽ ടു i ലൈസ് ഇൻസൈഡ് ഗാമ. ഇവിടെ സി അല്ല, ഗാമ എന്നാണ് ലെറ്റർ. ആൻഡ് z ഈക്വൽ ടു -i ലൈസ് ഔട്ട്സൈഡ് ഗാമ. എപ്പോഴും മിക്ക പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഡിനോമിനേറ്ററിൽ നമുക്ക് ഇങ്ങനെ +or-ai എന്നുള്ള i വരുന്ന രീതിയിലാണ് ഇതിനകത്ത് എപ്പോഴും ടൈപ്പ് 2വിനകത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും റിയൽ ആക്സിസിൽ വരുന്ന പോയിന്റ് കിട്ടിയിട്ടേ ഇല്ല. അങ്ങനെ റിയൽ ആക്സിസിൽ പോയിന്റ് ഉള്ളത് ടൈപ്പ് 5 എന്ന് പറഞ്ഞ് പഠിക്കാൻ പണ്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്കത് പഠിക്കാം. ടൈപ്പ് 4 എന്ന് പറഞ്ഞ് പഠിക്കാനുണ്ടായിരുന്നു, നിങ്ങൾക്കത് പഠിക്കാനില്ല. ഓക്കെ, പറഞ്ഞോട്ടെ. അപ്പോൾ z ഈക്വൽ ടു ഐയിൽ നമുക്ക് ഫൈൻഡ് ചെയ്യുവാണെങ്കിൽ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് z at z ഈക്വൽ ടു a, പോൾ ഓഫ് ഓർഡർ n ആണെങ്കിൽ 1/n-1 ഫാക്ടോറിയൽ ഇൻറ്റു ലിമിറ്റ് z ടെൻസ് ടു a d raised to n-1 by d z raised to n-1 z minus a the whole power n into f of z എന്നുള്ളതാണ് പോൾ ഓഫ് ഓർഡർ n വരുമ്പോഴുള്ള ഫോർമുല. ഇവിടെ പോൾ ഓഫ് ഓർഡർ 3 ആണ്. സോ റെസിഡ്യൂ ഓഫ് f of z at z is equal to i എന്ന് പറയുന്നത് 1/3-1, that is 2 factorial into limit z tends to i d square by d z square z minus i the whole cube. Z equal to i ലാണ് z minus i the whole cube into f of z നെ 1/1 + z square the whole cube അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 1 + z സ്ക്വയറിനെ z plus I the whole cube into z minus I the whole cube, അല്ലെങ്കിൽ I plus z the whole cube into I minus I plus z the whole cube എന്ന് എഴുതാന്നുള്ളവർക്ക് അങ്ങനെ എഴുതാം. 1 plus z സ്ക്വയർ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ z minus I the whole cube z minus I the whole cube ക്യാൻസൽ ആയി പോയി. ഇനി നമുക്ക് ഇതിനെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. that is equal to 1/2 into limit z tends to I d square by d z square of ഇങ്ങനെ എഴുതിക്കോട്ടെ z plus I the whole raised to -3 എന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ അങ്ങനെ എടുത്തിരുന്നത്. that is equal to 1/2 into limit z tends to I. ഞാൻ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് d square by d z square ഒരാൾ സ്ക്വയർ കാണാനില്ലാത്തത് എന്തുകൊണ്ടാണ്? ഈ ആൾ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നതുകൊണ്ടാണ്. x raised to n ഡെറിവേറ്റീവ് n into x raised to n-1 അല്ലേ. അപ്പോൾ അതേപോലെ z plus I the whole raised to -3 ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ -3 into z plus I the whole raised to -3 - 1 എന്ന് പറഞ്ഞാൽ -4 into z ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1.
വീണ്ടും ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. -3 ഇവിടെ പുറത്തേക്ക് എടുത്താൽ ഇത് -3/2 ഇൻറ്റു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഐ. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഇസഡ് പ്ലസ് ഐ ദ ഹോൾ റൈസ് ടു -4 എന്നുള്ളത് -4 ഇൻറ്റു ഇസഡ് പ്ലസ് ഐ ദ ഹോൾ റൈസ് ടു -4 -1 -5 ഇൻറ്റു ഇസഡിൻ്റെ ഡെറിവേറ്റീവ് 1. ഓക്കെ, അടുത്ത ഇസഡിന് ഐ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇപ്പോൾ ഇതിങ്ങനെ വരും -3/2 -4 കൂടെ 3/2 ഇൻറ്റു 4 ഇൻറ്റു ഐ പ്ലസ് ഐ ദ ഹോൾ റൈസ് ടു -5 എന്ന് വരും. ഇത് നോക്കിയ കുഞ്ഞുങ്ങളെ, ഈ 2ഉം 4ഉം പോകുമ്പോഴേക്കും ഇവിടെ എന്ത് വരും? 2. 3 ഇൻറ്റു 2 എന്താ കുഞ്ഞുങ്ങളെ? 6 ആണ്. ബൈ ഐ പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ 2i ദ ഹോൾ റൈസ് ടു 5 ആണ്. 2 റൈസ് ടു 5 എന്ന് പറഞ്ഞാൽ 32 ആണ്. അപ്പം 6/32 ഐ റൈസ് ടു 5 എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ ഇൻറ്റു ഐ ആണ് അല്ലേ? ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1, ഐ സ്ക്വയർ അഗെയിൻ -1 ഇൻറ്റു ഐ. 6/32 ഐ എന്നാണ് നമുക്ക് അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ 6ഉം 32 നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. 2 ടൈംസ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 3 വരും, 1 6. അപ്പോൾ 3/16i 3/16i എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. നമുക്ക് കോഷി റെസിഡ്യൂ തിയറത്തിൽ അപ്ലൈ ചെയ്യാം. എൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ കോഷി റെസിഡ്യൂ തിയറം യൂസ് ചെയ്യാമെന്നല്ലോ ഇവിടെ എഴുതിയിരിക്കുന്നത്. therefore by Cauchy's residue theorem, integral over gamma f of z dz is equal to 2pi I into 3/16i. I cancel ആയേ. 2ഉം 16ഉം പോകുമ്പോൾ ഇവിടെ 8 വരുന്നുണ്ട്. സോ 3pi/8 എന്ന ആൻസർ കിട്ടി. therefore ഈ ക്വസ്റ്റ്യൻ ആൻസർ therefore integral -infinity to infinity dx by 1 plus x square the whole cube is equal to 3pi/8 എന്ന് ആൻസർ കിട്ടി. ഇപ്പോഴൊരു കാര്യം ഓർമ്മിച്ചാൽ, ഈ സെയിം ക്വസ്റ്റ്യനെ സപ്പോസ് ഇൻ്റഗ്രൽ 0 to infinity എന്ന് പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? നമുക്ക് 0 to infinity ആണെങ്കിൽ ടൈപ്പ് 2 അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അന്നേരം തന്നെ ടൈപ്പ് 2 ആക്കാനായിട്ട് 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ -infinity to infinity f of x എന്നാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് 0 to infinity എന്ന് പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity എന്നുള്ള ഫോമിൽ എഴുതിയിട്ട് പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഈ ബാക്കി ഇത് ചൂസ് ഗാമ കൺസിസ്റ്റിംഗ് ഓഫ് റിയൽ ആക്സിസ് എന്നുള്ള രീതിയിൽ ബാക്കി ചെയ്യും. ഇത് നമുക്ക് 8 മാർക്കിന് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, 4 ടോപ്പിക്കേ ഉള്ളൂ. 4 ടോപ്പിക്കിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. സിംഗുലാരിറ്റീന് ക്വസ്റ്റ്യൻ ചോദിക്കാം, പിന്നെ ലോറൻസ് സീരീസിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നിങ്ങളുടെ ഈ ടൈപ്പ് 1ഉം ടൈപ്പ് 2വിനകത്തു നിന്നും ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷേ ആ ടൈപ്പ് 1 ഒരിടത്തായിരിക്കും, ടൈപ്പ് 2 വേറൊരു ചോയ്സിലായിരിക്കും. അപ്പം അത് നിങ്ങളുടെ ഭാഗ്യം പോലെയും നിങ്ങൾ പഠിക്കുന്നത് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ,